ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംസ്കൃതം 7ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൃതീയഃ പാഠഃ ഭ്രാതൃസ്നേഹഃ. 3ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഭ്രാതൃസ്നേഹഃ എന്നത്. ഭ്രാതൃസ്നേഹഃ എന്നാൽ സഹോദര സ്നേഹം. ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ടല്ലോ, എന്താണെന്ന് നോക്കാം. അത്ര കെ ഗ്രന്ഥാഹ ദൃശ്യന്തേ. ഇവിടെ സൈഡിലായിട്ട് കുറച്ച് ബുക്കുകൾ തന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെ ബുക്കുകളാണ്, ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതിഹാസ ഗ്രന്ഥൗ കൗ. ഈ തന്നിരിക്കുന്നതിൽ ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്, ആദികാവ്യം കിം. ആദികാവ്യം ഏതാണ്. ഇവിടെ തന്നിട്ടുള്ളതിലെ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും. അതുപോലെ തന്നെ ആദികാവ്യം ഏതാണ്, രാമായണം. ഇവിടെ കൊടുത്തിട്ടുള്ള ബുക്കുകളിൽ എഴുതിയിട്ടുള്ള പേരുകളാണ് രാമായണം, രഘുവംശഃ, പഞ്ചതന്ത്രം, മഹാഭാരതം, വേദാഹ, പുരാണാനി തുടങ്ങിയ ബുക്കുകളാണ് ഇവിടെ ഫോട്ടോയായി നൽകിയിട്ടുള്ളത്. ഇവിടെ ആമുഖമായി നൽകിയിട്ടുള്ളതാണ് ഇനി വായിക്കുന്നത്. രാമായണം ആദികാവ്യം ഭവതി. രാമായണമാണ് ആദ്യകാവ്യം എന്നറിയപ്പെടുന്നത്. അസ്യ കർത്ത വാത്മീകി മഹർഷി ഭവതി. അതിൻ്റെ രചയിതാവ് വാത്മീകി മഹർഷിയാണ്. കാവ്യേ അസ്മിൻ ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡശ്ചേതി സപ്തകാണ്ഡാനി തഥാ ചതുർവിംശതിഃ സഹസ്രം ശ്ലോകാശ്ച സന്തി. ഈ കാവ്യത്തിൽ ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളും 24,000 ശ്ലോകങ്ങളും ഉണ്ട്. അസ്യ കാവ്യസ്യ ചതുർവിംശതി സഹസ്രി സംഹിത ഇതി നാമാന്തരം അസ്തി. ഈ കാവ്യത്തിന് ചതുർവിംശതി സഹസ്രി സംഹിത എന്നും മറ്റൊരു പേരുണ്ട്. രാമായണേ സ്നേഹസ്യ വിവിധാൻ ഭാവാൻ വയം ദ്രഷ്ടും ശക്നുമഃ. രാമായണത്തിൽ സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അസ്മിൻ പാഠേ കിഷ്കിന്ധാകാണ്ഡേ വർത്തമാനഃ ഭ്രാതൃസ്നേഹവിഷയകഃ കാവ്യഭാഗഃ സ്വീകൃതോ അസ്തി. ഈ പാഠത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിലുള്ളതായ സഹോദര സ്നേഹത്തെക്കുറിച്ചുള്ള കാവ്യഭാഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സമ്പാദിഃ ജടായുശ്ച ഭ്രാതരൗ പക്ഷിണൗ സ്തഃ. സമ്പാദിയും ജടായുവും സഹോദരന്മാരായ 2 പക്ഷികളാണ്. കഥാചിത് തയോർ മധ്യേ കഃ ഉപരി ഉപരി ടയേത ഇതി സ്പർധ ജാത. ഒരിക്കൽ അവർക്കിടയിൽ ആരാണ് കൂടുതൽ ഉയരത്തിൽ പറക്കുക എന്നതിനെ ചൊല്ലി ഒരു മത്സരം ഉണ്ടായി. തദനു കിമഭവത് ഇതി പശ്യാമഃ. തുടർന്ന് എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കാം. അടുത്ത പേജിലെ ഒരു 2 വരി ശ്ലോകം തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. പുരാ വൃത്രവദേ വൃത്തേ സ ചാഹം ച ജയൈഷിണൗ ആദിത്യമുപയാതൗ സ്വോ ജ്വലന്തം രശ്മി മാലിനം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് അല്ലെങ്കിൽ പണ്ട് കാലത്ത്. വൃത്രവദേ വൃത്തേ, അതായത് വൃത്രാസുരൻ്റെ വധം നടന്ന സമയത്ത്, ജയൈഷിണൗ വിജയം ആഗ്രഹിച്ചവരായിക്കൊണ്ട്, സഹ അവൻ, അതായത് ജടായു, അഹം ച ഞാനും, ജ്വലന്തം തിളങ്ങി ജ്വലിക്കുന്നവനും, രശ്മിമാലിനം കിരണങ്ങളാകുന്ന മാല ധരിച്ചവനുമായ, ആദിത്യം സൂര്യൻ്റെ, ഉപയാതൗ സ്വഹ സമീപത്തേക്ക് പോയവരായിരുന്നു. ഇനി ഇതിൻ്റെ അർത്ഥം ഒന്ന് ചുരുക്കി പറയാം. പണ്ട് വൃത്രാസുരൻ്റെ വധം നടന്ന കാലത്ത് വിജയേച്ഛുക്കളായിട്ടുള്ള ഞാനും അവനും, അതായത് സമ്പാദിയും ജടായുവും, കിരണങ്ങളാൽ ശോഭിക്കുന്നവനും
ജ്വലിച്ചു നിൽക്കുന്നവനുമായ സൂര്യൻ്റെ അരികിലേക്ക് പറന്നുയരുകയുണ്ടായി എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം, വിഗ്രഹം, അന്വയം തുടങ്ങിയവയും സാരാംശവും ഈ ശ്ലോകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. ഇനി അടുത്ത ശ്ലോകം നോക്കാം. രണ്ടാമത്തെ ശ്ലോകമാണ്. ആവൃത്യാകാശമാർഗേണ ജവേന സ്മ ഗതൗ വൃശം മദ്യം പ്രാപ്തേ ച സൂര്യേ തു ജടായുരവസീദതി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്ന് വളരെയധികം വേഗത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോയി. സൂര്യൻ ആകാശത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ ജടായു തളർന്നു പോയി അല്ലെങ്കിൽ വിഷമിച്ചു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിനെ ഒന്ന് ചുരുക്കി പറയാം. ഞങ്ങൾ രണ്ടുപേരും, അതായത് സമ്പാദിയും ജടായുവും വട്ടമിട്ട് പറന്നുകൊണ്ട് ആകാശമാർഗത്തിലൂടെ അതിവേഗതയിൽ സഞ്ചരിച്ചു. എന്നാൽ ഉച്ച സമയത്ത് സൂര്യൻ ആകാശത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ, അതായത് സൂര്യതാപം കഠിനമായപ്പോൾ ജടായു വളരെയധികം തളർന്നുപോയി എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ ശ്ലോകമാണ്. തമഹം ഭ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മീഭിരർദ്ധിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്യലം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇനി പറയുന്നത്. സൂര്യൻ്റെ കഠിനമായ ചൂടേറ്റിട്ട് അതീവ വ്യാകുലനായിട്ടുള്ള ജടായുവിനെ കണ്ട് സ്നേഹക്കൂടുതൽ കൊണ്ട് എൻ്റെ ഇരുചിറകുകൾ കൊണ്ട് ഞാൻ അവനെ രക്ഷിച്ചു. ആരാണ് രക്ഷിച്ചത്? സമ്പാദി. ഇനി ഇതിനെ ചുരുക്കി പറയാണ്. സൂര്യൻ്റെ കഠിനമായ ചൂടേറ്റ് അതീവ അസ്വസ്ഥനായിട്ടുള്ള തൻ്റെ അനിയനെ കണ്ട് സ്നേഹത്താൽ വ്യാകുലനായ ഞാൻ, അതായത് സമ്പാദി, എൻ്റെ ചിറകുകൾ കൊണ്ട് അവനെ മൂടി സംരക്ഷിച്ചു. വെയിലേൽക്കാതെ തൻ്റെ ചിറകുകൾ കൊണ്ട് അവനെ തണലേകി സംരക്ഷിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നാലാമത്തെ ശ്ലോകമാണ്. നിർദഗ്ധഭക്ഷഃ പതിതോ വിന്ധ്യേ അഹം വാനരർഷഭാഃ അഹമസ്മിൻ വസൻ ഭ്രാതുഃ പ്രവൃത്തിം നോപലക്ഷയേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ഹേ വാനരശ്രേഷ്ഠന്മാരെ, ചിറകുകൾ കരിഞ്ഞുപോയ ഞാൻ വിന്ധ്യാപർവ്വതത്തിൽ വീണുപോയി. ഇവിടെ താമസിക്കുന്ന എനിക്ക് എൻ്റെ സഹോദരൻ്റെ, അതായത് ജടായുവിൻ്റെ വിവരങ്ങളൊന്നും അറിയുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പഠന പ്രവർത്തനമാണ്. സംഘശഃ വ്യക്തിശ്ച കാവ്യാംശം സതാളം ആലപതു. നിങ്ങൾ ക്ലാസ്സിൽ കൂട്ടമായോ വ്യക്തിഗതമായോ, അതായത് ഒറ്റയ്ക്കോ, ഈ ശ്ലോകം ചൊല്ലുക. ഉചിത താളത്തോടും അക്ഷരസ്ഫുടതയോടും ആശയാവബോധത്തോടും ചൊല്ലണം എന്നതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പഠന പ്രവർത്തനം. പ്രശ്നാവലി പരിശീല്യ അന്വയം ലിഖതു. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവയുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ചോദ്യങ്ങൾ വായിക്കാം. കഥ പക്ഷിണൗ ആദിത്യം ഉപഗതൗ. എപ്പോഴാണ് പക്ഷികൾ സൂര്യൻ്റെ അടുത്തെത്തിയത്? രണ്ടാമത്തെ ചോദ്യം. കസ്യ വധഃ സംവൃത്തഃ. ആരുടെ വധമാണ് നടന്നത്? ഇനി 3. കീദൃശൗ പക്ഷിണൗ. പക്ഷികൾ എങ്ങനെയുള്ളവരായിരുന്നു? 4. പക്ഷിണൗ കൗ. ആ 2 പക്ഷികൾ ആരാണ്? 5. കീദൃശം സൂര്യം. എങ്ങനെയുള്ള സൂര്യനെയാണ്? പക്ഷിണൗ കിം അകുരുതാം. പക്ഷികൾ എന്താണ് ചെയ്തത്? ഇനി ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് പറയുന്നത്. കഥാ പക്ഷിണൗ ആദിത്യം ഉപഗതൗ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. യൗവനകാലത്താണ് പക്ഷികൾ സൂര്യൻ്റെ അടുത്തെത്തിയത് എന്നതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. യൗവനെ പക്ഷിണൗ ആദിത്യം ഉപഗതൗ. ഇതാണ് ആൻസർ. രണ്ടാമത്തേത്. കസ്യ വധഃ സംവൃത്തഃ. ഉത്തരം
ജടായുഷഹാവതഃ സംവൃത്തഃ. ജടായുവിൻ്റെ വധമാണ് നടന്നത്. മൂന്നാമത്തേത് കീദൃശൗ പക്ഷിണൗ എന്നതിൻ്റെ ഉത്തരം ഭ്രാതരൗ പക്ഷിണൗ എന്നത് എഴുതാവുന്നതാണ്. ഇനി 4 പക്ഷിണൗ കൗ എന്നതിൻ്റെ ആൻസർ സമ്പാതിഹി ജടായുഃ ച പക്ഷിണൗ. അഞ്ചാമത്തേത് കീദൃശം സൂര്യം. ആൻസർ തീക്ഷ്ണരശ്മീം എന്നതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ആറാമത്തേത് പക്ഷിണൗ കിം അകുരുതാം. ആൻസർ പക്ഷിണൗ സൂര്യമുദ്ദിശ്യ ആകാശേ ടയമാൻ അകുരുതാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അവയുടെ ആൻസറുകളാണ് സ്ക്രീനിൽ നൽകിയിട്ടുള്ളത്. ആൻസറുകൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ആൻസർ സ്ക്രീനിൽ നൽകിയിട്ടുള്ളത്. അടുത്ത പഠന പ്രവർത്തനമാണ് സാഹോദര്യം അധികൃത്യ ചർച്ചാം കൃത്വ ലഘു ടിപ്പണിം ലിഖതു. സാഹോദര്യം അടിസ്ഥാനമാക്കിയിട്ട് ചർച്ച നടത്തുക, അതിനെക്കുറിച്ചൊരു ലഘു ടിപ്പണി എഴുതുകയും ചെയ്യുക. അതേപോലെ അധോദത്തം ഗദ്യാംശം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖതു. ഇവിടെ ഒരു ചെറിയ ഖണ്ഡിക തന്നിട്ടുണ്ട്. ഈ ഖണ്ഡിക വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതിൽ നിന്നും ഉത്തരം എഴുതുക. എന്താണ് ഖണ്ഡിക? ഏകദാ സമ്പാദയേഃ ജടായുഃ ച മധ്യേ കാചിത് സ്പർദ്ധ അജായത. ഒരിക്കൽ സമ്പാദിയും ജടായുവും തമ്മിൽ ഒരു മത്സരം ഉണ്ടായി. കഹ അത്യന്തം വേഗവാൻ. ആരാണ് ഏറ്റവും വേഗതയുള്ളവൻ? കഹ സൂര്യസ്യ സമീപം ഗന്തും സമർത്ഥേ ഭവതീതി. ആർക്കാണ് സൂര്യൻ്റെ അടുത്ത് വരെ പോകാൻ കഴിയുക? കനിഷ്ഠഃ ജടായുഃ ഗർവേണ അഖതത്. യദ്യപി ഭവാൻ ബലവാൻ തഥാപി ന വേഗവാൻ. പ്രായത്തിൽ ഇളയവനായ ജടായു അഹങ്കാരത്തോടെ പറഞ്ഞു, അങ്ങ് ശക്തനാണെങ്കിലും വേഗതയുള്ളവനല്ല. അതഃ അഹമേവ വിജയി ഭവിഷ്യാമി. അതിനാൽ ഞാൻ തന്നെ ആയിരിക്കും വിജയിക്കുക. തഥാ സമ്പാദിഃ ഹസൻ വത്സ ആത്മപ്രശംസയാ കിം പ്രയോജനം. അപ്പോൾ സമ്പാദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ആത്മപ്രശംസ കൊണ്ട് എന്താണ് കാര്യം? വേഗപരീക്ഷ്യ സാമർത്ഥ്യം ജ്ഞാപയാമി. അതഃ ഭവാൻ സൂര്യാഭിമുഖം ഉഡ്ഡയതാം ഇത്യവദത്. വേഗപരീക്ഷയിലൂടെ നമുക്ക് സാമർത്ഥ്യം അറിയാം. അതിനാൽ നീ സൂര്യന് അഭിമുഖമായി മുകളിലേക്ക് പറക്കൂ. തതഃ പരം തൗ ആകാശമാർഗേണ ഉഡ്ഡയിതും ആരബ്ധവന്തൗ. അതിനുശേഷം അവർ രണ്ടുപേരും ആകാശമാർഗത്തിലൂടെ പറക്കാൻ തുടങ്ങി. ഇതാണ് ഈ പാരഗ്രാഫിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇവയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. കയോർ മധ്യേ സ്പർദ്ധ അജായത. ആരൊക്കെ തമ്മിലാണ് മത്സരമുണ്ടായത്? ആൻസർ സമ്പാദേഃ ജടായുഷഃ ച മധ്യേ സ്പർദ്ധ അജായത. സമ്പാദിയും ജടായുവും തമ്മിൽ. അടുത്തത് അഹമേവ വിജയി ഭവിഷ്യാമി. കസ്യ വചനം? ഞാൻ തന്നെ ആയിരിക്കും വിജയിക്കുക. ഇന്നത് ആരുടെ വാക്കുകളാണ്? ആൻസറാണ് ഏതത് ജടായുഷഃ വചനം അസ്തി. ഇത് ജടായുവിൻ്റെ വാക്കുകളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് കയ സാമർത്ഥ്യം ജ്ഞാപയാമി. എന്തിലൂടെയാണ് സാമർത്ഥ്യം തെളിയിക്കുക? ആൻസർ വേഗപരീക്ഷയാ സാമർത്ഥ്യം ജ്ഞാപയാമി. വേഗപരീക്ഷയിലൂടെ. നാലാമത്തേത് സൂര്യാഭിമുഖം ഉഡ്ഡീയതാം ഇതി കഹ അവദത്. സൂര്യന് അഭിമുഖമായി പറക്കൂ എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരാണ് സൂര്യാഭിമുഖം ഉഡ്ഡീയതാം ഇതി സമ്പാദിഃ അവദത്. സമ്പാദിയാണ് അങ്ങനെ പറഞ്ഞത്. അഞ്ചാമത്തേതാണ് കൗ ആകാശമാർഗേണ ഉഡ്ഡീതും ആരബ്ധവന്തൗ. ആരാണ് ആകാശമാർഗത്തിലൂടെ പറക്കാൻ തുടങ്ങിയത്? ആൻസർ സമ്പാദിഃ ജടായുഃ ച ആകാശമാർഗേണ ഉഡ്ഡീതും ആരബ്ധവന്തൗ. സമ്പാദിയും ജടായുവും തമ്മിലാണ് ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങിയത്.
അടുത്ത പ്രവർത്തനം അധോ ദത്താനി അവ്യയപദാനി ഉപയുജ്യ വാക്യാനി രചയതു. തന്നിരിക്കുന്ന മാതൃക അനുസരിച്ച് വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുക. യഥാ ദിലീപഃ രാമായണം പഠതി, ദിലീപഃ മഹാഭാരതം പഠതി, ദിലീപഃ രാമായണം മഹാഭാരതം ച പഠതി. ഇവിടെ ച എന്നും പുര എന്നും 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് മുകളിൽ തന്നിട്ടുള്ള ആ വാക്കിനെ നമ്മൾ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന ഉദാഹരണം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. യഥാ ദിലീപഃ, ആ ഒരു ഉദാഹരണം എല്ലാവരും കണ്ടല്ലോ. യഥാ എന്നുള്ള ആ വാക്കിനെ തൊട്ട് താഴെയുള്ള വരിയിൽ നമ്മളതിൽ ച എന്ന് ഉൾപ്പെടുത്തി എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ലത കഥാം ലിഖതി, ലത കവിതാം ലിഖതി എന്നൊരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ആൻസർ ആയിട്ട് എഴുതാവുന്ന കാര്യമാണ് ലത കഥാം കവിതാം ച ലിഖതി. ഇനി അടുത്തത് ഇദം ഫലം വൃക്ഷേ ആസിത് ഫലം ഖണ്ഡോലെ അസ്തി. ഇവിടെ പുര ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. പുര ഇദം ഫലം വൃക്ഷേ ആസിത് ഇദാനീം ഖണ്ഡോലെ അസ്തി. ഇത്തരത്തിൽ എഴുതാൻ വേണ്ടി മറ്റൊരു ചോദ്യം നൽകിയിട്ടുണ്ട്. അയം സിംഹഃ വനേ ആസി, സിംഹഃ ജന്തുശാലായാം അസ്തി. ഇവിടെ എന്ത് ചേർത്തിട്ടാണ് എഴുതേണ്ടത്? പുര എന്ന് ചേർത്താണ് എഴുതേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഉദാഹരണത്തിൻ്റെ അർത്ഥം ഒന്ന് പറയാം. ഇദം ഫലം വൃക്ഷേ ആസിത് ഫലം ഖണ്ഡാലെ അസ്തി എന്നതിൻ്റെ അർത്ഥം ഈ പഴം മരത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ പഴം കൊട്ടയിലാണ്. പുര ഇദം ഫലം വൃക്ഷേ ആസിത് ഇദാനീം ഖണ്ഡോലെ അസ്തി. പണ്ട് ഈ പഴം മരത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ കൊട്ടയിലാണ്. ഇത്തരത്തിൽ നിങ്ങൾ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യനാണ് അയം സിംഹഃ വനേ ആസീത് സിംഹഃ ജന്തുശാലായാം ആസീത്. ഇതിൽ പുര ചേർത്താണ് എഴുതേണ്ടത്. ഈ വരിയുടെ അർത്ഥം ഈ സിംഹം കാട്ടിലുണ്ടായിരുന്നു, സിംഹം ഇപ്പോൾ മൃഗശാലയിലാണ്. പുര സിംഹഃ വനേ ആസീത് ഇദാനീം ജന്തുശാലായാം അസ്തി എന്നതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ഇവിടെ ഒരു നാമപദം നൽകിയിട്ടുണ്ട്. ത്രിഷു ലിംഗേഷു സമാനഃ ധകാരാന്ത അസ്മത് ശബ്ദഃ. അസ്മത് ശബ്ദത്തിൻ്റെ ഒരു നാമപദം ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാവരും വായിച്ചു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനും ആരും തന്നെ മറക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.